ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചുവെന്ന് കണ്ടെത്തൽ. തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ നിന്ന് കുട്ടികളെ മാറ്റുകയാണ്. ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൺസൺ എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്നുവെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഒരു അനധികൃതമായി ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചു. കുട്ടികളെ 2 സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് ഇത് അധികൃതർ അറിഞ്ഞിട്ട് തന്നെയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വിശദ വിവരങ്ങൾ എന്താണ്? ലക്ഷ്യം, ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഒപ്പം സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടാണ് കുട്ടികളെ ഈ സത്യം മിനിസ്ട്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നത്. മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായ സമയത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അവിടെ നിന്ന് കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ അഭയം നൽകുന്ന തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് സത്യം മിനിസ്ട്രിയുടെ ഈ ഒരു പ്രവർത്തനം. എന്നാൽ ഇവിടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് കുട്ടികളെ കൊണ്ടുവന്നത് എന്നത് വലിയ പരാതിയായി ഉയർന്നിരുന്നു. അത് മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ അത് വലിയ പരാതിയായി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിലെ ചില സാമൂഹ്യ പ്രവർത്തകർ ഇത് ചൂണ്ടിക്കാട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും സാമൂഹ്യ നീതി വകുപ്പിനും ഇത്തരത്തിൽ ചില പരാതികൾ നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടികളെ താമസിപ്പിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതെ കുട്ടികൾ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് വാർത്താ പ്രാധാന്യം മാത്രമാണ് ഉണ്ടായത്. അതല്ലാതെ അതിന് വേണ്ട അനുമതികളോ അതിന്റെ കൃത്യമായ പേപ്പർ വർക്കുകളോ പൂർത്തിയാക്കിയിട്ടിരുന്നില്ല. അങ്ങനെയാണ് കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുട്ടികളെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു ചില സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നത്. പെൺകുട്ടികളെ തിരുവല്ലയിലുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്കും ഒപ്പം ആൺകുട്ടികളെ കൊല്ലത്തുള്ള ഒരു സ്ഥാപനത്തിലേക്കുമാണ് മാറ്റുന്നത്. ആദ്യം ഈ നടപടികളുമായി ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരെ ഗേറ്റിനുള്ളിലേക്ക് കയറാൻ പോലും സഭാ അധികൃതർ അത്തരം അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് പോലീസിന്റെ സഹായത്തോടെയാണ് കുട്ടികളെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.